അസ്സലാമു അലൈക്കും. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിൻ്റെ ശ്രേഷ്ഠതയെ പറ്റിയാണ് ഞാനിവിടെ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, എത്രത്തോളം അതിന് ശ്രേഷ്ഠതയുണ്ട് എന്ന്. ഇനിയും സുരക്ഷയുടെ പദവി പ്രാപിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ധാരാളം മതി. ദിക്റുകളിൽ അഫ്ളൽ ശ്രേഷ്ഠമായതും അതുകൊണ്ട് തന്നെയാണ്. പല മശായിഖന്മാരും തങ്ങളുടെ ശിഷ്യന്മാരോട് 1,24,313 തവണ പൂർണ്ണമാക്കി ചൊല്ലാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അങ്ങനൊരു കണക്കിൽ പറയുന്നത്. എന്ത് നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ നടന്നു കിട്ടണമെങ്കിലും ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്റിനെ 1,24,313 തവണ പൂർത്തീകരിച്ചാൽ നിങ്ങളുടെ എന്ത് കാര്യങ്ങൾക്കും തടസ്സമില്ലാതെ കാര്യങ്ങൾ നടന്നു കിട്ടും. എന്നാൽ അത് എല്ലാവർക്കും ചൊല്ലി അത്രയും എണ്ണം ഒപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം 1500 പ്രാവശ്യം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് ദിക്ർ ചെല്ലുക. അവസാനിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അവസാനിപ്പിച്ച് നിർത്തുകയും വേണം. അങ്ങനെ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ സകല ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സുരക്ഷിതരായിരിക്കാൻ കഴിയും. മാത്രമല്ല ഗൈബിയായി അള്ളാഹു സഹായം എത്തിച്ച് തരുകയും ചെയ്യും. വിവാഹം നടക്കാത്തവർക്ക്, അതായത് നടന്ന് വിവാഹം കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ ശത്രുക്കളെ ഭയന്ന് നടക്കുന്നവർക്ക് ശത്രുക്കളെ ഭയമില്ലാതിരിക്കാനും, അതുപോലെ ഇന്ന ആളുടെ സ്നേഹം ലഭിക്കണമെന്ന് അങ്ങനെ പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ, ഒരു ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളിത് 1500 പ്രാവശ്യം തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ചൊല്ലുക. ഇനി അതുപോലെ തന്നെ കണ്ണ് രോഗമുള്ള ആളുകളുണ്ടോ, കാഴ്ചക്കുറവ്, കണ്ണിന് വേദന, അങ്ങനെ പലയുള്ള ആളുകൾക്കും ഇതെന്ത് ചെയ്യണം? 111 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു 111 പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ഓതിയിട്ട് കൈവെള്ളയിൽ ഓതിയിട്ട് ആ കൈ കൊണ്ട് കണ്ണിൽ തടവുക. അതുപോലെ തന്നെ ഒരല്പം വെള്ളം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നിങ്ങൾ മന്ത്രിച്ചതിന് ശേഷം ആ വെള്ളം കൊണ്ട് മുഖം കഴുകിയാലും നിങ്ങളുടെ കണ്ണിൻ്റെ വേദനകൾക്ക് മാറാനും, അതുപോലെ എന്തെങ്കിലും സിഹറൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാഞ്ഞു പോകുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അള്ളാഹുവിൻ്റെ ദാനം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാവൂ എന്ന്. അത് സൂറത്ത് റഅദിലാണത് പറയുന്നത്. സൂറത്തുൽ ബഖറയിൽ 152 ആയത്തിൽ എന്ത് പറയുന്നുണ്ട്? നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കും. എന്നോട് നിങ്ങൾ നന്ദി കാണിച്ചു കൊണ്ടിരിക്കുക, എന്നോട് നിങ്ങൾ നന്ദികേട് കാണിക്കാതിരിക്കുകയും ചെയ്യുക, ഓർക്കുക എന്ന പദം കൊണ്ട് വിവക്ഷ, അതായത് ദിക്ർ തന്നെയാണ് സ്മരണ. അതുപോലെ സൂറത്തുൽ ആലം ഇമ്രാനിൽ 41 ആയത്തിൽ പറയുന്നത് എന്താ? റബ്ബിനെ അധികമായി ഓർമ്മിച്ചു കൊണ്ടിരിക്കുക, രാവിലെയും വൈകുന്നേരം തസ്ബീഹ് ചെയ്തു കൊണ്ടിരിക്കുക. ഇങ്ങനെ ധാരാളം വാചകങ്ങളിലൂടെ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി നമ്മളെ ഉണർത്തുന്നുണ്ട്. അതിലെ ഓരോ ആയത്തുകളിലും മുമ്പ് പറഞ്ഞ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ പ്രത്യക്ഷമായും പരോക്ഷമായും ദിക്റാക്കാനുള്ള നിരവധി ആയത്തുകൾ നമ്മുടെ ഖുർആനിലുണ്ട് അല്ലേ? അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിവസേന ആ ദിക്റുകൾ എടുത്തുവെച്ച് നമ്മൾ ചെയ്യുക. നബി തങ്ങൾ അരുളിയിരിക്കുന്നു, അള്ളാഹുവിൻ്റെ തൃപ്തിയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് ഉരുവിടുകയാണെങ്കിൽ നരകത്തിനുമേൽ ഹറാമാക്കപ്പെട്ടവനായിട്ടല്ലാതെ കിയാമത്ത് നാളിൽ വരികയില്ല എന്ന്. അത്രമാത്രം ശക്തിയുള്ള ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു. പരലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു സ്വീകരിച്ചവന് മാത്രമേ വിജയമുള്ളൂ. അത് സ്വീകരിച്ചാലല്ലാതെ മറ്റ് അമലുകൾ സ്വീകരിക്കപ്പെടില്ല. അപ്പോൾ മനസാന്നിധ്യത്തോടു കൂടി അത് ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. എന്ത് കാര്യം സാധിക്കാനാണെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് മനസാന്നിധ്യത്തോടു കൂടി 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് ചൊല്ലി ആവശ്യം പറയുക. അവിടെ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. മുത്തിൽ പൊതിഞ്ഞൊരു ചിപ്പി പൊളിച്ചെടുത്ത് പോയി. ആവശ്യമുള്ളവർ അത് എടുത്ത് പ്രയോഗിക്കുക. അത്രയേ ഞാനിവിടെ പറയുന്നുള്ളൂ. കൈ നനയാതെ നമുക്ക് മീൻ കിട്ടൂലല്ലോ.
അപ്പോൾ അതുപോലെ നമ്മൾ അതീവ ശ്രമം നമുക്ക് ഇതിനാവശ്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ശാശ്വതമായത് അതിന് വേണ്ടിയായിരിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ ദുആയിലും എന്നെ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും ദുആ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് നിങ്ങൾ അറിയിക്കുക. ശാശ്വത പരിഹാരം കമൻറ്റിലൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.